വലിയൊരു പ്രതിസന്ധി പുറത്തു കിടന്നത്. ഒരുപക്ഷെ ഇങ്ങനൊരു ആവശ്യം മുമ്പിൽ ഇല്ലാത്തപ്പോഴാണ് എന്റെ ഗാഥമോളുടെ ഛായയിൽ ഞാൻ അവളെ കണ്ടിരുന്നതെങ്കിൽ കണ്ട നിമിഷം തന്നെ വണ്ടി ഇടിപ്പിച്ച് ഞാൻ കൊന്നനെ. പക്ഷേ അവളുടെ അമ്മയും എന്റെ ഭർത്താവും എന്നോട് ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് അവള് തന്നെയാ. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ശരി മാം. മമ്മി, പറ മമ്മി, എന്താ മമ്മി പറഞ്ഞ സർപ്രൈസ്? എന്നെ നവീനെ ഒന്നിപ്പിക്കാനുള്ള സർപ്രൈസ് എന്താണെന്ന് പറ. പറയാം. മമ്മി പറയുന്നതെല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. മോള് മമ്മിയോട് ചോദിച്ചില്ലേ നവീന്റെ ശാപം ഒഴിവാക്കാൻ ആദ്യം ഒരു പെൺകുട്ടിയെ നവീൻ വിവാഹം കഴിക്കുമെങ്കിൽ കഴിച്ചോട്ടെ, അതിനുശേഷം മോളെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന്. അന്നത് ഒരു തമാശയായിട്ടാ മമ്മി എടുത്തത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അത് തന്നെയാണ് മാർഗം. എന്റെ മോളുടെ സന്തോഷം നിലനിർത്തണമെങ്കിൽ അതിനിടയിൽ ഒരാൾ വരണം. പക്ഷേ നവീൻ അതിന് സമ്മതിക്കോ? ശാപം ഒഴിവാക്കാൻ വേണ്ടി വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിലെ താലി കെട്ടുകയെന്നൊക്കെ പറഞ്ഞ ഐ ഡോണ്ട് തിങ്ക് സോ. മാം ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഗാഥ മാഡം സമ്മതിക്കണം. കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് മമ്മി ഒരു പെൺകുട്ടിയെ കണ്ടു. മോളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. എന്നെ പോലെ ഇരിക്കുന്ന വേറൊരു പെൺകുട്ടിയോ? നവ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സത്യമാണ്, ആ കുട്ടി മോളെ പോലെ തന്നെയാ. ശരിക്കും കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സിനിച്ചേച്ചൊന്നും മിണ്ടാതിരുന്നേ. എന്നെ പോലെ വേറൊരു പെൺകുട്ടി ഈ ലോകത്തുണ്ടെങ്കിലേ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എന്നെ പോലെ ഞാൻ മാത്രം മതി. മോള് പറയുന്ന കേക്ക്. ആളുകൾ തമ്മിൽ പല സാമ്യങ്ങളും ഉണ്ടാവാറില്ലേ? സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്ന ആളുകളില്ലേ? പ്രധാനമന്ത്രിയെ പോലെയും പ്രസിഡന്റിനെ പോലെയും രൂപം കൊണ്ട് സാദൃശ്യമുള്ള ആൾക്കാരുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ? അതുപോലെ തന്നെ ഇതും. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ഒരുപക്ഷെ നവീൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന പെൺകുട്ടി കാഴ്ചയിൽ നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നവീൻ അത് ചെയ്യും. കൺമുന്നിൽ നിൽക്കുന്നത് നീയാണെന്നുള്ള ധാരണയില്